ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ജിനേശ്വരി വീടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താൻ അതിലോളം തന്നെ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇന്നിങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഏതൊരു ഉമ്മമാർക്കും തന്നെ നമ്മളെ മക്കൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നതായാലും അംഗനവാടിയിലായാലും നഴ്സറിയിലായാലും ഫസ്റ്റ് ഡേ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണല്ലേ, ഭയങ്കര സന്തോഷത്തിൽ. അപ്പം അതുപോലൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. എനിക്ക് മാഷാ അല്ലാ നെച്ചുവിനെ നമ്മൾ ഫസ്റ്റായിട്ട് അംഗനവാടി കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഓൾ ആക്റ്റീവാണ്, നല്ല കുഴപ്പമൊന്നുമില്ല, ഓൾ ഹാപ്പിയാണ്. പക്ഷേ അവിടെ എത്തിയാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഊരി തരാം കൊണ്ടുവച്ച ചൂസ് എങ്ങട്ടാ വെള്ളം വേണം. വെള്ളം എങ്ങനെ കുടിക്കുക? നിക്ക് അങ്ങനെ ഞങ്ങൾ അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഞങ്ങളെ വീടിൻ്റെ അവിടുന്ന് 2 വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അംഗനവാടി എത്തും. അപ്പം ഇപ്പോഴും നോക്കും, ഒരു കുഴപ്പമില്ല, ആളെ ഹാപ്പിയാണ്. കയറി ചെരുപ്പൂരിഞ്ഞ കയറി കയറി ഉമ്മി കയറാ കയറിഞ്ഞ ബാഗ് ഊരിക്ക ബാഗ് ഊരി കുട്ടിയാണ് ബാഗ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. വെള്ളം കുപ്പി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. വെള്ളം കുപ്പി ഇവിടെ എത്ര യൂട്യൂബ് ലിങ്ക് അപ്പൊ കാണുന്നു ഞാൻ. എന്നാലും ഞങ്ങളുടെ വാവാക്ക നിങ്ങൾ ഹൗസ് കോട്ട് ഇടിക്കണേ മഴക്കോട്ട് ഇടിക്കണൊരു നിങ്ങളെ ഫോട്ടോ ആരെങ്കിലും എടുത്ത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ആര് പറ്റാണ്ട് ഫോട്ടോ കൊടുത്തു. ഇങ്ങനെയാണ് ഫോട്ടോ പോകുന്നത്. അങ്ങനെ ഗൈസ് കുറേ നേരത്തിനൊന്നും നെച്ചൂസിന് വലിയ കുഴപ്പമില്ലേനു കേട്ടോ. പിന്നെ 2-3 കുട്ടികൾ കരയുന്നത് കണ്ടപ്പോൾ ഓക്ക് ഇങ്ങനെ ഒരു ചെറിയ ഉള്ളിലൊരു സങ്കടമൊക്കെ വരലൊടുങ്ങി കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയാതെ ഓളിങ്ങനെ വിതുമ്പാൻ തുടങ്ങി. ചുണ്ടൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി ഇടയ്ക്കൊക്കെ. എന്നോട് കുറച്ച് നീങ്ങിയൊക്കെ ഇരുന്നിട്ട് എന്നോട് അവിടെ വന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉമ്മ ഇവിടെ ഇരുന്നിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവളോട് പോവാന്നൊക്കെ പറയുമ്പം ഉമ്മ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ 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 കരയാൻ വേണ്ടി റെഡി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നോക്കിയിട്ട് അങ്ങനെ അവൾ കാണാതെ അങ്ങനെയൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാലുണ്ടല്ലോ നെച്ചൂസിനെങ്ങാട്ടിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഓളങ്ങാട്ടിൽ ഉള്ളിലിങ്ങനെ സങ്കടമായിട്ട് എനിക്ക് എൻ്റെ കണ്ണീര് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്ക് തന്നെ കുട്ടികൾ കരയുന്നതും ഓളെ ഈ ചുണ്ട് പോകുന്നത് കാണുന്നതും എല്ലാം കൂടിയായിട്ട് എനിക്ക് നല്ല സങ്കടം. എനിക്ക് പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റണില്ല. എനിക്ക് എൻ്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഓള് കാണാതെ ഇങ്ങനെ ആക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഓളെ ഒരു കളിയിൽ ഇങ്ങനെ കളിക്കണതിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം നിന്ന്. പിന്നെ ഓൾ ഓരോന്ന് പറയുന്നുണ്ട്, ഉമ്മിൻ്റെ കൂടെ ഞാനും പൂരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഓരോന്ന് പറഞ്ഞ് അവിടെ നിർത്തി. പക്ഷേ സത്യം പറഞ്ഞാൽ ഓളെങ്ങാട്ടിലും ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്.
ഇങ്ങനെ ഗൈസ് ഞാൻ ഓള് കാണാതെ പുറത്ത് ആടിയിട്ടുണ്ട്. പക്ഷേ അവൾ അപ്പം തന്നെ അറിഞ്ഞിട്ടു ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയ കാര്യം. ഭയങ്കര കരച്ചിലേനി, കരഞ്ഞ് ഛർദ്ദിക്കലും എല്ലാം കൂടി ഇനി ഓളങ്ങാട്ടിലും കരച്ചിലേനു കേട്ടോ. എനിക്ക് സത്യം വേണ്ട മതി ഓളെ കൂട്ടി പോരാ എന്നൊക്കെ തോന്നി. അത് എല്ലാവരും ഉമ്മമാർക്കും ആ ഒരു സമയം തോന്നണതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഭയങ്കര ഒരു എന്താ പറയാന്നുള്ളത് അറിയില്ല, അത്രക്കും സങ്കടമായിരുന്നു എനിക്ക്. പിന്നെ എന്നായാലും ഒരു ദിവസം ഇങ്ങനെ നിർത്തണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടുന്ന് പോന്നു കേട്ടോ. എത്ര സങ്കടം ഉണ്ടെങ്കിലും പോന്നു. ഹലോ ഗൈസ്, അങ്ങനെ നെച്ചുവിനെ അങ്കലവാടിയിലാക്കി വന്നിട്ട് ഇപ്പം 1 മണിക്കൂറായിട്ടോ. 1 മണിക്കൂറോളായി. എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ നിൽക്കാൻ കഴിയണില്ല ഓളില്ലാതെ. ഞാൻ തന്നെ നുള്ളോളി ഇതുവരെ നിർത്തിയിട്ടില്ല. ഇതുവരെ കരയേനും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അംഗനവാടി ടീച്ചറെ വിളിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞത് കരച്ചിൽ നിർത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാവുക. പിന്നെ ഫസ്റ്റ് ഡേ അല്ല, അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം പോയി കൂട്ടി കൊണ്ടുവരാൻ വിചാരിച്ച്. നാളെ മുതൽ ഇങ്ങനെ കുറച്ച് ദിവസം ഓരോ മണിക്കൂർ കൂട്ടി നിർത്താൻ വിചാരിച്ചു. ഞാൻ അവളെ കൂട്ടാൻ പോവാണ്. എനിക്ക് തന്നെ നിൽക്കാൻ കഴിയണില്ല, അപ്പോൾ ഓളെ അവസ്ഥ പറയണ്ട. ഏതായാലും പോയി നോക്കട്ടെ. ഞാനവിടെ എത്തിയപ്പം കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ആള് കരച്ചിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ നല്ല സങ്കടമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉറക്കം വന്നിട്ട് ക്ഷീണിച്ചാകെ ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ട് ഓളെ കൊണ്ടുപോകാൻ പറഞ്ഞ് നാളെ കുറച്ച് നേരം കൂടി നിർത്താം അങ്ങനെയൊക്കെ പറഞ്ഞപ്പം ടീച്ചർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഓളെ കൂട്ടാൻ വേണ്ടി, ഓളപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ സംസാരം കേട്ടിട്ട് പിന്നെ ഓള് എണീച്ച് വന്നു കേട്ടോ. അതിൽ ഓളെ കണ്ടേം പടം ഞാനും കരച്ചിലായി ഓളും കരച്ചിലായി, രണ്ടാളും കൂടി പേരും കരച്ചിലേനു. ഓളാകെ എന്താ പറയുക അറിയില്ല, ആ ഒരു സിറ്റുവേഷനും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.